നമസ്കാരം. ആദിമ ക്രൈസ്തവ സഭാചരിത്രത്തിൽ സഭയോട് ചേരുന്നവർക്ക് വിശുദ്ധ സ്നാനം നൽകിയിരുന്നത് ഈസ്റ്റർ നാളിലാണ്. വലിയ നോമ്പിൻ്റെ കാലം അത്രയും സ്നാനാർത്ഥികൾ വിശ്വാസം പഠിക്കുന്ന നാളുകളാണ്. മറ്റൊരർത്ഥത്തിൽ ക്രിസ്ത്യാനികളായവർക്ക് ഓരോ നോമ്പുകാലവും തങ്ങളുടെ വിശ്വാസ ജീവിതത്തെ വീണ്ടും നവീകരിക്കുവാനും തങ്ങൾ സ്വീകരിച്ചിട്ടുള്ള സ്നാനത്തെ ഓർമ്മിച്ചെടുക്കുന്നതിനുമുള്ള ദിനങ്ങളും എന്നൊരു പാഠം കൂടിയുണ്ട്. അലക്സാണ്ടർ കഷ്മമാൻ്റെ എഴുത്തുകളിൽ മാമോദീസ കല്ല് എന്തിനെയൊക്കെ ഓർമ്മപ്പെടുത്തുമെന്ന് എഴുതിയിട്ടുണ്ട്. ചില പഴയ നിയമ നിഴലുകളെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഒന്ന് നോഹയുടെ പെട്ടകത്തെയാണ്. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിന് മുൻകുറി എന്ന് പത്രോസ് എഴുതുന്നു. ഓരോരുത്തരും താൻ്റെ വഴി വഷളാക്കുന്ന കാലത്ത് ദൈവകൽപ്പന അനുസരിക്കുന്നതിനെക്കുറിച്ചാണ് പെട്ടകം താക്കീത് നൽകുന്നത്. രണ്ടാമത് ചെങ്കടൽ. മാമോദീസ ചെങ്കടൽ ലംഘനത്തെ ഓർമ്മിപ്പിക്കുന്നു. താൽക്കാലിക നേട്ടങ്ങൾക്കപ്പുറത്ത് ശാശ്വതമായ അവകാശത്തിന് വേണ്ടിയുള്ള ഒരു യാത്ര. ചെങ്കടൽ കടന്നാണ് അത് ആരംഭിക്കുന്നത്. ഫറവോനെയും സൈന്യത്തെയും മുക്കിക്കൊല്ലുക എന്നതാണ് പ്രധാനം. മാമോദീസായിൽ സാത്താനെയും അവൻ്റെ സൈന്യത്തെയും മുക്കിക്കൊന്നതാണെന്ന് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. മൂന്നാമത് യോർദാൻ നദിയിലെ ഗർഭം. യോശുവ പറയുന്നത് സാക്ഷ്യപെട്ടകം വഹിച്ചിരുന്ന പുരോഹിതൻ്റെ പിന്നാലെ സഞ്ചരിക്കുന്നതിനെക്കുറിച്ചാണ്. പുരോഹിതൻ്റെ കാൽ വെള്ളത്തിൽ വെക്കുമ്പോൾ യോർദാനിലെ വെള്ളം 2ആയി. അവസാനത്തെ ആളും കടന്നുപോയി. 12 ഗോത്രങ്ങളിൽ നിന്ന് ഓരോരുത്തരെ വിളിച്ച് യോർദാനിലെ ഉണങ്ങിയ നിലത്ത് നിന്ന് 12 കല്ലുകൾ പറക്കുന്നതിന് യോശുവ കൽപ്പിക്കുന്നു. ഈ കല്ലുകൾ സ്മാരകങ്ങളായിരിക്കുമെന്ന് പറയുന്നു. വരും കാലത്ത് മക്കൾ ചോദിക്കുമ്പോൾ പറയണമത്രേ, നിങ്ങളുടെ പിതാക്കന്മാരെ ദൈവം അത്ഭുതകരമായി നടത്തിയ വഴികളെ ഓർമ്മിപ്പിക്കുന്ന സ്മാരക ശിലകളാണെന്ന്. ദൈവ നടത്തിപ്പിൻ്റെ ഓർമ്മയുണ്ടാവണം സ്നാനമേറ്റവർക്ക്. നാലാമത് യോനയെ വിഴുങ്ങിയ മത്സ്യം. നിയോഗങ്ങളിൽ നിന്നുള്ള പിന്മാറ്റം നമ്മെ വലിച്ചെറിയുന്ന നിരാശയുടെ ആഴങ്ങളെ ഓർമ്മപ്പെടുത്തും. ഒപ്പം പ്രത്യാശയുടെ ഒരു പുതിയ തീരം കാട്ടിത്തരികയും ചെയ്യും. ദൈവത്തെ അനുസരിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെയും സ്മൃതി ഉയരേണ്ടത്. 5ാമത്തെ പ്രതീകം തീച്ചൂളയിലെ ഗർഭമാണ്. ആ ചെറുപ്പക്കാർക്ക് തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തിലുണ്ടായിരുന്ന സുസ്ഥിര വിശ്വാസത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ഏത് കഷ്ടതയിലും സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാത്തവരും കുറ്റമില്ലാത്തവരുമായിരിക്കാൻ സ്നാനം ആഹ്വാനം ചെയ്യുന്നുണ്ട്. സത്യത്തിൽ നോമ്പ് നമ്മുടെ ദൈവകൽപ്പനകളോടുള്ള അനുസരണത്തെയും ദൈവ നടത്തിപ്പിനെക്കുറിച്ചുള്ള മറവിയെയും നിയോഗങ്ങളിൽ നിന്നുള്ള ഒഴിഞ്ഞുമാറലിനെയും വിശ്വാസത്തിൻ്റെ വെളിച്ചക്കുറവിനെയും വിചാരണ ചെയ്യുന്നുണ്ട്. ക്രിസ്തുവിനെ നമുക്ക് സഹോദരനും സഹോദരിയുമാക്കി തീർത്ത ആ മാമോദീസ കല്ലിനെ കുറെ കൂടെ ആദരവോടുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഗർഭപാത്രങ്ങൾക്കും അമ്മമാർക്കുമൊക്കെ വിലയില്ലാതാവുന്ന ഒരു കാലത്ത്. സുഭാഷ് ചന്ദ്രൻ അടയാളപ്പെടുത്തിയതുപോലെ ശരിക്കും ഒരു പറുദീസ നഷ്ടം ജീവിതത്തിൽ സംഭവിക്കരുത് സുഹൃത്തെ. നമസ്കാരം.